അധ്യാപകരെയും ജീവനക്കാരെയും സർക്കാർ അവഗണിക്കുന്നു എന്നാരോപിച്ച് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസെപ് ചികിത്സ കാര്യക്ഷമമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെറ്റോ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അധ്യാപകരെയും ജീവനക്കാരെയും സർക്കാർ അവഗണിക്കുന്നു, ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസിന്റെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസെപ് ചികിത്സ കാര്യക്ഷമമാക്കുക, ഇതിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സെറ്റോ പണിമുടക്കിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. NGO അസോസിയേഷന്റെയും സെറ്റോ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഈ വരുന്ന ജനുവരി 22 സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് ഉൾപ്പെടെ പണിമുടക്കുകയാണ്. നിരവധിയായ ആനുകൂല്യങ്ങൾ സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. 19% DA കുടിശ്ശികയായിരിക്കുന്നു. 11ാം ശമ്പള കമ്മീഷന്റെ അനോമലി ഇതുവരെ പരിഹരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 12ാം ശമ്പള കമ്മീഷനെ കേരളത്തിൽ പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു. ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, PSC പരീക്ഷാ ഡ്യൂട്ടികൾക്ക് ജീവനക്കാർക്ക് ചട്ടപ്രകാരമുള്ള TA യാത്രാ സമയം എന്നിവ ഉറപ്പാക്കുക, കരാർ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മറ്റ് ആവശ്യങ്ങളും സംഘടന മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. സമരത്തെ ഭയന്ന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും ലക്ഷ്യം കാണും വരെ സമരമുഖത്തുണ്ടാകുമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP വിനോദ്, സെറ്റോ താലൂക്ക് ചെയർമാൻ സഞ്ജയ് കബീർ, PJ റോയി, ദിലീപ് PK, മേരി ജോർജ്, ശശികല എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.